MK Fabrics റംസാൻ മൊഴിമുത്തുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് MK Fabrics, Convent Road, Kollam. My Wedding, My MK Fabrics, MK Road, Kollam. Signature Groom and Bride, opposite Shangas Hospital, Kollam. അറഫ ഗോൾഡൻ ഡയമണ്ട്സ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ. MK ഫാബ്രിക്സിന്റെ റമദാൻ ആശംസകൾ. ഒന്ന് കണ്ടോട്ടെ അനുവാദം തരുമോ, എൻ്റെ ഹൃദയത്തിൻ ഇരുളങ്ങ് മാറാൻ ഒന്ന് വിളിച്ചോട്ടെ അനുകമ്പ വരുമോ, ഇനിയും കരിയാത്ത പാപങ്ങൾ തീരാൻ. ഒന്ന് കണ്ടോട്ടെ അനുവാദം തരുമോ, എൻ്റെ ഹൃദയത്തിൻ ഇരുളങ്ങ് അസ്സലാമു അലൈക്കും. കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയമായ കൊല്ലം MK ഫാബ്രിക്സ്. കൊല്ലം MK ഫാബ്രിക്സ് അവതരിപ്പിക്കുന്ന റമദാൻ സ്പെഷ്യൽ പ്രോഗ്രാം അൽബയാനിലേക്ക് എല്ലാ ദീനീ സ്നേഹികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനും പ്രഭാഷകരുമായ കേരളക്കരയുടെ അഭിമാനമായ ബഹുമാനപ്പെട്ട ഉസ്താദ് AM നൗഷാദ് ബാഖവി അവർകൾ അൽബയാൻ പ്രോഗ്രാമുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. ലഹരിയും കുടുംബവും എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മുടെ സമൂഹത്തെയും കുടുംബത്തെയും ലഹരിയുടെ പിടിയിൽ നിന്നും എങ്ങനെ മോചിപ്പിക്കാം എന്ന വിഷയം ഇസ്ലാമിക കാഴ്ചപ്പാടിലൂടെ ഇവിടെ അവതരിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹ്റ ശരീഫൽ അദീമ റമളാൻ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജ്അൽഹു ഹുജ്ജത്തൻ ലനാ ലാ ഹുജ്ജത്തൻ അലൈനാ. അല്ലാഹുമ്മ ജഅൽ സിയാമനാ വ മജ്ലിസനാ ഹാദാ ഇൻദക മഖ്ബൂലത്തൻ വ മർളിയത്തൻ വ മഹബ്ബത്തൻ യാ റബ്ബൽ ആലമീൻ. കരുണയുള്ള പടച്ചോനെ, ഈ റമളാനിലെ ഞങ്ങളുടെ ഈ ചെറിയ ഇൽമിൻ്റെ പരിശ്രമം നീ കബൂലാക്കല്ല. എത്രയോ വർഷങ്ങളായി അൽ ജവാബിലൂടെ അൽ ബയാനിലൂടെ ഞങ്ങൾ ഇൽമിൻ്റെ തീരത്താണ്, ഖുർആനിൻ്റെ തീരത്താണ്. ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ല. നിൻ്റെ ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ പാതിരാത്രിയിൽ ഇങ്ങനെ ദീൻ ചർച്ച ചെയ്യുന്ന ഈ സംഘത്തെ നീ കൈവെടിയല്ല. ഇത് കാണുന്ന കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും ഖൈറും അഭിവൃദ്ധിയും ഐശ്വര്യവും ബറക്കത്തും റാഹത്തും ഒക്കെ ചൊരിഞ്ഞു കൊടുക്കല്ല. അവിടെ കച്ചവടത്തിൽ, അവരുടെ മക്കളിൽ, അവരുടെ ഭക്ഷണത്തിൽ, അവരുടെ വസ്ത്രത്തിലൊക്കെ അള്ളാഹുവെ നിൻ്റെ റഹ്മത്ത് നീ ചൊരിയണേ അല്ല. നാശനഷ്ടങ്ങളിൽ നിന്ന്, മാരക രോഗങ്ങളിൽ നിന്ന് അള്ളാഹുവെ ഈ പ്രോഗ്രാമിൻ്റെ അഹ്ലുകാരെ നീ കാത്തുരക്ഷിക്കണേ അല്ല. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. മാഷാ അല്ലാ. MK ഫാബ്രിക്സ് എന്ന മഹത്തായ വസ്ത്രവ്യാപാര സ്ഥാപനം അണിയിച്ചൊരുക്കുന്ന അൽ ബയാൻ എന്ന മനോഹരവും പഠനാർഹവുമായ വിജ്ഞാനം നിറഞ്ഞു കവിയുന്ന മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നാഥനായ റബ്ബ് ഇത് തുടർന്നു കൊണ്ടുപോകാനും ഇതിലൂടെ ഒരുപാട് പഠിക്കാനും ഹൃദയത്തെ ഈമാനിൻ്റെ പ്രഭ കൊണ്ട് അലങ്കരിക്കാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നീയൊക്കെ എന്ത് ചെയ്തിട്ടും കാര്യമില്ലടാ എന്ന് ചില ആളുകൾ പറയൂലേ, അതുപോലെ അള്ളാഹു പറഞ്ഞ ഒരു വിഭാഗമാണ് കള്ളുകുടിയന്മാർ. ഹദീസുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, മൻ ശരിബൽ ഖംറ തറക സ്വലാ. കള്ളുകുടിക്കുന്നവർ, ലഹരി ഉപയോഗിക്കുന്നവർ റമളാനിൽ ആളെ കാണിക്കാൻ വേണ്ടി പള്ളിയിൽ കയറണമെന്നില്ല. അവർ നമസ്കാരം ഉപേക്ഷിച്ചോട്ടെ. അവരത് ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു പുണ്യവും അവർ ചെയ്തിട്ട് കാര്യമില്ല. ഒരു ഹദീസുണ്ട്, അത് ഞാൻ പഠിക്കുമ്പോൾ ആ വാക്ക് ഞാൻ തിരിച്ചറിയുമ്പോൾ വല്ലാണ്ട് സങ്കടപ്പെട്ടു പോയിട്ടുണ്ട്. ഒരു ലഹരി തലയ്ക്ക് പിടിച്ച മകൻ ചെയ്യുന്ന തെറ്റിൻ്റെ ശക്തി കഅന്നമാ വഖഅ അലാ ഉമ്മിഹി എന്നാണ്. വേദനയോടെ അവനെ പ്രസവിച്ച മാതാവിനെ വ്യഭിചരിച്ച ശിക്ഷയാണ് അവന് കിട്ടുന്നത് എന്നാണ്. എത്രയോ മോശമായിട്ടാണ് ഇസ്ലാം ഈ ലഹരിയുടെ സംവിധാനങ്ങളെ കാണുന്നത്. ആരോട് പറയാനാണ്? എല്ലാവരും ലഹരിക്കെതിരെ പറയും. മന്ത്രി പ്രസംഗിക്കുന്നത് ലഹരിക്കെതിരെ, പള്ളിയിലെ അച്ഛൻ പ്രസംഗിക്കുന്നത് ലഹരിക്കെതിരെ, സ്വാമി പ്രസംഗിക്കുന്നത് ലഹരിക്കെതിരെ, മുസ്ലിയാർ അൽബയാനും അൽജവാബും സ്റ്റേജും ഒക്കെ പ്രസംഗിക്കുന്നത് ലഹരിക്കെതിരെ. ഇതൊക്കെ പറയുന്നുണ്ട്. പോലീസും പട്ടാളവും ഒക്കെ ലഹരിക്കെതിരെ. പക്ഷേ തിരുവനന്തപുരം തമ്പാനൂർ ജംഗ്ഷനിൽ, കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ, കാസർഗോഡ് ടൗണിൽ ഒരു ചെറുപ്പക്കാരൻ നിന്നിട്ട് എനിക്കിപ്പോൾ കഞ്ചാവ് കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചാൽ മതി. ആഗ്രഹിച്ച് തീരുന്നതിന് മുമ്പ് അവൻ്റെ കയ്യിൽ കഞ്ചാവ് എത്തും.
ഇതാണ് നമ്മുടെ നാട്. ഇതാണ് നമ്മുടെ നാട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികൾക്ക് അതൊരു ബിസിനസ്സാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രക്തക്കളമാണ്. ആരാണ് ഇതിനു വേണ്ടിയിട്ട് ഇതിനെതിരെ എങ്ങനെയാണ് സമരങ്ങൾ, ഇതിനെതിരെയുള്ള സമരങ്ങൾ പാളിപ്പോകുന്നു, ഇതിനെതിരെ ശബ്ദിക്കുന്നവർ ഒറ്റപ്പെട്ടു പോകുന്നു. ഇതിൻ്റെ പിന്നിൽ വൻ മാഫിയ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവരെ കണ്ടെത്താൻ നമ്മുടെ നാട്ടിലെ ചങ്കൂറ്റമുള്ള ചെറുപ്പക്കാർ രംഗത്തിറങ്ങിയില്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടം വരും, വലിയ വില കൊടുക്കേണ്ടി വരും. അള്ളാഹു കാക്കട്ടെ. ലഹരി കൊണ്ട് നഷ്ടപ്പെടുന്ന ചില നഷ്ടങ്ങളുണ്ട് മനുഷ്യർക്ക്. ആ നഷ്ടങ്ങളിൽ ഒന്നാമത്തെ ഒന്ന് അവൻ്റെ ഹൃദയത്തിലെ മനുഷ്യത്വം പോകുമെന്നാണ്. അവൻ എന്തും ചെയ്യും, ആരെയും ചീത്ത വിളിക്കും, എവിടെയും കയറിപ്പോകും. ഏത് മുസ്ലിയാർ, ഏത് അച്ഛൻ, ഏത് സ്വാമി, ഏത് ക്ഷേത്രം, ഏത് ചർച്ച്, ഏത് പള്ളി, എവിടെയും കല്ലെറിയും, ആരെയും കൂക്കി വിളിക്കും, എന്തിനും തയ്യാറാകും. എന്തുകൊണ്ടാണ്? മനുഷ്യത്വം പോവുകയാണ്. ഉമ്മയെ കൊല്ലും, മക്കളെ കൊല്ലും. അനുജൻ മുഖത്ത് നോക്കി ഇക്കാ എന്നെ തല്ലരുതെന്ന് വിളിച്ചപ്പോൾ ചുറ്റിയെ കൊണ്ട് അവൻ്റെ തലക്കടിക്കാൻ മനസ്സ് വരുന്നത് അവൻ്റെ മനസ്സിലെ മനുഷ്യത്വം മരിച്ചു പോകുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ആർക്കാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്? അതുകൊണ്ട് ഗൗരവത്തോടെ ചിന്തിക്കുക. ഒന്ന്, അവൻ്റെ മനുഷ്യത്വത്തെ ഹൃദയത്തിൽ നിന്ന് മരവിപ്പിച്ച് കളയും. രണ്ടാമത് കൊടുക്കുന്ന നഷ്ടമുണ്ടല്ലോ, ഒരു മനുഷ്യന് സംരക്ഷണത്തിൻ്റെ മലക്കുകളുണ്ട്. ആ മലക്കുകൾ യവനിൽ നിന്ന് അകന്നു പോകും. യവനെ ഒരു കാര്യത്തിനും സംരക്ഷിക്കൂല. മലക്കുകൾ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് ഓരോ ദിവസവും നമ്മളിങ്ങനെ തിരിയുന്നതും നോക്കുന്നതും കാണുന്നതും ഒക്കെ മരണത്തിലാണ്, മരണത്തിൻ്റെ മുനമ്പിലാണ്. അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നില്ലേ? അത് മാലാഖമാരുടെ സംരക്ഷണമാണ്. മൂന്നാമത്തത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും രക്ഷപ്പെടാൻ ആഗ്രഹിച്ച് എല്ലാവരുടെയും പ്രവർത്തനങ്ങളെ റൗളാ ഷരീഫിൽ ഇരുന്ന് കണ്ട് ആസ്വദിക്കുന്നവരാണ്. പക്ഷേ കള്ളുകുടിയനുമായി യാതൊരുവിധ കമ്പനിക്കും തയ്യാറല്ല. അവൻ്റെ ഒരു പ്രവർത്തനവും കാണണ്ട. അവനുമായി പിണക്കമാണ്, അകൽച്ചയാണ്. നാലാമത്തത്, സ്വർഗവാതിലുകൾ ഒരിക്കലും തുറക്കപ്പെടാൻ പറ്റാത്ത ശക്തിയിൽ കള്ളുകുടിയനെതിരെ അടയ്ക്കപ്പെടുകയാണ്. എല്ലാ നഷ്ടങ്ങളും എല്ലാ നാശങ്ങളും രണ്ട് ലോകത്തും വാങ്ങിവെക്കാൻ വേണ്ടി മാത്രം എന്തിനാണ് ഈ സുഖം എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? പറഞ്ഞു കൊടുക്കൂ ഉമ്മമാരെ, നിങ്ങളുടെ മക്കളോട് സ്നേഹത്തിൽ തലോടിയിട്ട് പറഞ്ഞു കൊടുക്കൂ. പണ്ട് ഉമ്മമാരുടെ മടിയിൽ മക്കൾ കിടന്നിട്ടുള്ളത് കൊണ്ട് ആ ഉമ്മമാർ പറയുന്ന വാക്ക്, ഞാനൊക്കെ ഉമ്മാൻ്റെ മടിയിൽ കിടക്കുമ്പോൾ ഉമ്മ കൈകൊണ്ട് തലയിലൂടെ തലോടി, പേരില്ലെങ്കിലും വെറുതെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് അമർത്തുമ്പോൾ ഒരു സുഖം കിട്ടിയിരുന്നു. അങ്ങനെ ഉമ്മ പറഞ്ഞു തന്ന വാക്യങ്ങൾ നമ്മുടെ നെഞ്ചിൽ ഇപ്പോഴും ഉണ്ട്. ഇന്ന് കിടക്കാൻ മക്കളില്ല, പറയാൻ ഉമ്മമാരില്ല, എല്ലാവരും സോഷ്യൽ മീഡിയയിലാണ്, റീൽസ് ഇടാനുള്ള തിരക്കിലാണ്. അങ്ങനെ ഒരറ്റത്തിരുന്ന് എല്ലാം നമുക്ക് നഷ്ടപ്പെടുകയാണ്. നഷ്ടപ്പെട്ട കുടുംബത്തെ തിരിച്ചു പിടിക്കാൻ അൽ ബയാൻ പറയുന്ന ഈ ഓരോ ദിവസത്തെ എപ്പിസോഡിലെ വാക്കുകളും ചരിത്രങ്ങളും നെഞ്ചിൽ കോർത്തു വെച്ച് നിങ്ങൾ പണിക്കിറങ്ങുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഏറ്റവും മനോഹരമായ ഒരു ദുആ, എല്ലാ വിഷയത്തിലും വിജയമുണ്ടാകാൻ പറ്റുന്ന വളരെ സിമ്പിളായ ഒരു ദുആയാണെന്ന് പറഞ്ഞു തരുന്നത്. അതിനു മുമ്പ് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ഉസ്താദ് എം നൗഷാദ് ബാക്കവി അവർകൾ അവതരിപ്പിക്കുന്ന അൽ ബയാൻ എന്ന ഈ പ്രോഗ്രാം റമളാൻ 30 ദിവസവും രാത്രി 11 മണിക്കും ഇടയത്താഴ സമയം 4:30 ഉണ്ടാകും. മറക്കാതെ കാണുക. MK ഫാബ്രിക്സിന്റെ റമളാൻ ആശംസകൾ. MK Fabrics, MK Road, കൊല്ലം. എന്റെ ജീവിതത്തിലെ സുപ്രധാന വഴിത്തിരിവിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. അതുപോലെ മുന്നോട്ടുള്ള യാത്രയും പെർഫെക്റ്റ് ആകണം. എനിക്ക് മാത്രമല്ല, ഈ യാത്രയിൽ കൂടെയുള്ളവർക്കെല്ലാം ഇതൊരു പെർഫെക്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കണം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി, ഹലോ, എങ്ങനെയുണ്ട് ഞങ്ങളുടെ പെർഫെക്റ്റ് ബിഗിനിങ്ങിന് ഇതിലും പെർഫെക്റ്റ് ചോയ്സ് ഇല്ല. സിഗ്നേച്ചർ ഗ്രൂം ആൻഡ് ബ്രൈഡ്, ഓപ്പോസിറ്റ് ശങ്കസ് ഹോസ്പിറ്റൽ, കൊല്ലം. അമ്മേ, നോക്ക്, നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അല്ലേ? അതൊക്കെ അച്ഛൻ നോക്കിക്കോളും. അച്ഛൻ ഇപ്പോഴത്തെ ഫാഷൻ വല്ലതും അറിയോ? രാഹുലിന്റെ വീട്ടുകാർ എന്താ വിചാരിക്കുക?
മോളൂസിന് അച്ഛൻ ബെസ്റ്റ് മാത്രല്ലേ തെരഞ്ഞെടുത്തിട്ടുള്ളൂ. ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യും. ഇത്രയും ഫാഷൻ പോരെ മോളെ? പരിശുദ്ധമായ ബന്ധങ്ങൾക്ക് പവിത്രമായ പൊന്നിൻ തിളക്കം. അറഫ ഗോൾഡൻ ഡയമണ്ട്സ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം. നിങ്ങൾക്കറിയാമോ, ദീർഘകാലമായി ഗുളികയും ഇൻസുലിനും എടുത്തിട്ടും ഷുഗർ കുറയാത്തത് ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂലമെന്ന്? പാർശ്വഫലങ്ങളില്ലാത്ത പ്രകൃതിയുടെ പ്രത്യേക ആയുർവേദ ഔഷധക്കൂട്ടുകൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റി ഷുഗർ നോർമലാക്കുന്നു. ഞാൻ ഉറപ്പു തരുന്നു. നമസ്കാരം, ഞാൻ നിങ്ങളുടെ ഷെഫ് ഡോക്ടർ. ഇടപ്പള്ളി പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലിന്റെ വാർഷികമാണ് ഈ വരുന്ന ഫെബ്രുവരി 5-ന്. ഇത്തവണ ആഘോഷങ്ങൾക്ക് പകരം ഒരല്പം ആശ്വാസം പകരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഔഷധങ്ങൾക്ക് 25%, കിടത്തി ചികിത്സയ്ക്ക് 15% ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം 1 വർഷത്തെ ചികിത്സയ്ക്കുള്ള ഡിസ്കൗണ്ട് കാർഡുകളും വിതരണം ചെയ്യുന്നു. ഇത് പ്രയോജനപ്പെടുത്തണമെന്ന് ബഹുമാനപ്പെട്ട നൌഷാദ് ബാഖവി ഉസ്താദ് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ബന്ധപ്പെടേണ്ട നമ്പർ 9446182437. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി, പത്തനാപുരം, ഇടപ്പള്ളി, മലപ്പുറം ഇടപ്പാൾ. അൽ ജവാബ് എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 9:30-നും എല്ലാ ചൊവ്വാഴ്ചയും രാത്രി 11 മണിക്കും ഉണ്ടാകും. മറക്കാതെ കാണുക. MK ഫാബ്രിക്സിന്റെ റമദാൻ ആശംസകൾ. അസ്സലാമു അലൈക്കും. കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയമായ കൊല്ലം MK ഫാബ്രിക്സ്. കൊല്ലം MK ഫാബ്രിക്സ് അവതരിപ്പിക്കുന്ന റമദാൻ സ്പെഷ്യൽ പ്രോഗ്രാം അൽബയാനിലെ ചോദ്യോത്തരവേളയിലേക്ക് എല്ലാ ദീനീ സ്നേഹികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പാരായണം ചെയ്യുന്നത് സ്വപ്നം കണ്ടാൽ വാർദ്ധക്യത്തിൽ പോലും സന്താനം ലഭ്യമാകാൻ കാരണമാകുമെന്ന് സദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ സൂറത്ത് ഏതാണ്? ഇത് ചോദിച്ചത് ഒരു സഹോദരൻ മൂവാറ്റുപുഴ നിന്നും. പെട്ടെന്ന് മനുഷ്യർക്ക് നിരാശ ഉണ്ടാകുന്നതും മനസ്സിനെ തളർത്തിക്കളയുന്നതുമായ ഒരു കാര്യമാണ് സന്താന ഭാഗ്യമില്ല എന്ന് പറയുന്നത്. എവിടേക്കെങ്കിലും ഇറങ്ങുമ്പോൾ വിശേഷമായില്ലേ, അല്ലെങ്കിൽ മക്കളില്ലേ എന്നൊക്കെ ഒന്ന് പറയുന്നത് കേൾക്കുമ്പോഴും കുഞ്ഞു മക്കളെ വഴിയിലൊക്കെ വെച്ച് കാണുമ്പോഴൊക്കെ മനസ്സാകെ തളർന്നു പോകുന്നൊരു കാര്യമാണ്. അങ്ങനെ മനസ്സ് മുരടിച്ചു പോയവർക്ക് പ്രതീക്ഷ നൽകുന്ന, ഒരു സമാധാനം നൽകുന്ന ഒരു സംഭവമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഈ പറയുന്നത്. ആല ഇമ്രാൻ സൂറത്ത് പാരായണം ചെയ്യുന്നതായിട്ട് കണ്ടാൽ ശാരീരികമായി തളർന്ന് ക്ഷീണിച്ച് അവശരായവർക്ക് പോലും മക്കളുടെ വിഷയത്തിൽ ഒരു പ്രതീക്ഷയാണ് ആ സൂറത്ത് നൽകുന്നത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്. പക്ഷേ ഇവിടെ ഞാൻ മനസ്സിലാക്കേണ്ടത് അത് സ്വപ്നത്തിലൂടെ നമുക്ക് കാണണം. അങ്ങനെ ഒരു വലിയ സന്തോഷം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലേ അവിടെ അള്ളാഹു ഇടപെടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ സ്വപ്നത്തിലൂടെ കാണാനുള്ള ഭാഗ്യം കിട്ടുക, അതിനുവേണ്ടി ദുആ ചെയ്യുക. ഇനി അതിലുപരി അതിൻ്റെ താഴെ തന്നെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇത് സ്വപ്നത്തിലൂടെ അല്ലെങ്കിലും മക്കളില്ലാത്തവർ നിരന്തരം ചർച്ച ചെയ്യേണ്ടുന്ന, നിരന്തരം പാരായണം ചെയ്യേണ്ടുന്ന ഒരു സൂറത്താണ് ആല ഇമ്രാൻ എന്നാണ്. ഇപ്പോൾ ആല ഇമ്രാനിൽ നമ്മൾ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ ഉൾപ്പെടെ ആ കുടുംബത്തിൻ്റെ വലിയ ചരിത്രം തന്നെ അതിനകത്ത് പറയുന്നുണ്ട്. അത്ഭുത ജനനങ്ങളും അത്ഭുത കുഞ്ഞുങ്ങളുടെ വളർച്ചകളും ഒക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ സൂറത്തിന് ഇങ്ങനെ ഒരു കൗതുകം ഒളിഞ്ഞിരിക്കാനുള്ള സാധ്യത കൂടുതൽ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ് അത് പറഞ്ഞത്. പക്ഷേ നമ്മൾ ഈ മക്കളില്ലാത്തവർ ആല ഇമ്രാൻ സൂറത്ത് നിരന്തരം പാരായണം ചെയ്യുന്നത് അവരുടെ സന്താന സൗഭാഗ്യത്തിന് ഒരു വെള്ളവര വീഴാൻ, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി വരാൻ അതൊരു കാരണമാണ് എന്നും, മാനസികമായി തളരാതെ ക്ഷീണിക്കാതെ വീണ്ടും പ്രതീക്ഷയോടെ ലാ തഖ്നതു മിർ റഹ്മത്തില്ല എന്നാണ്, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ, പ്രതീക്ഷയിൽ ആശ മുറിഞ്ഞു പോകരുത്, നമ്മൾ നിരാശപ്പെടരുത് എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നമുക്ക് മുന്നോട്ട് നീങ്ങാനും കഴിയുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും മക്കളില്ലാത്തവർ ഈ പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ റമദാനിൻ്റെ മജ്ലിസുകളിലൊക്കെയും നിങ്ങൾ ഞങ്ങളുടെ അൽബയാനിൻ്റെയും അൽജവാബിൻ്റെയും സ്ഥിരം പ്രേക്ഷകരാണ്. നിങ്ങളുടെ ദുഃഖം നമ്മുടെയും ദുഃഖമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും വിഷമിക്കരുത്. മജ്ലിസുകളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യും. അള്ളാഹു നമ്മുടെ ഈ ഇബാദത്തിൻ്റെ, ഈ അമലിൻ്റെ കൂലി കൊണ്ട് നിങ്ങൾക്ക് അള്ളാഹു നല്ല കുഞ്ഞുങ്ങളെ തന്ന് അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഏത് സൂറത്തിലെ കർമ്മശാസ്ത്രമാണ് ഉമർ റളിയല്ലാഹു അൻഹു 12 വർഷം കൊണ്ട് വിവരിച്ചു കൊടുത്തത്? ഇത് ചോദിച്ചിരിക്കുന്നത് തൻസീറാണ്, വള്ളക്കടവിൽ നിന്നും. ഇത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൻ്റെ അത്ഭുതം കൂടി നമ്മളൊന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യങ്ങളെ വീണ്ടും സൂറത്തുകളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി ചേർത്ത് വെച്ചത്. കാരണം നമ്മളിപ്പോൾ റമദാനിൽ ഇങ്ങനെ പെട്ടെന്ന് ഓതി തീർക്കാനുള്ള വെപ്രാളാണ്. സൂറത്തുകൾ ഓതി തീർക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലെ അത്ഭുതങ്ങളെ കാണാതെ,
അതിശയങ്ങളെ അറിയാതെ അതിൻ്റെ ഉത്സാരങ്ങളെ മനസ്സിലാക്കാതെയുള്ള നമ്മുടെ ഒരു പിടച്ചിലും ഒരു ഓട്ടവുമാണ്. പക്ഷെ അതിന് നാം കുറച്ചൊക്കെ ഒരു പരിധി ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതാണ്. എന്നിട്ട് നമ്മൾ കുറച്ച് ഈ സൂറത്തിനെ കുറിച്ചാണല്ലോ, ഇപ്പോൾ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അനുസരണം നമ്മുടെ മനസ്സിൽ വരിക. സൂറത്ത് ആല ഇമ്രാൻ ഓതുമ്പോൾ പടച്ചവനെ ഈ സൂറത്തിനെ കുറിച്ചാണല്ലോ അന്ന് പറഞ്ഞത്, ആ ഒരു ചിന്ത മനസ്സിലേക്ക് വരിക. ഇവിടെ ഉമർ റളിയല്ലാഹു തആല അൻഹു 12 വർഷത്തോളം എടുത്ത് അതിൻ്റെ കർമ്മശാസ്ത്രത്തെ നിയമശാസ്ത്രത്തെ വിശദീകരിച്ച് പഠിച്ചത് സൂറത്തുൽ ബഖറയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് പഠിച്ചു തീർന്നതിന് ശേഷം ഒരു ഒട്ടകത്തെ തന്നെ അറുത്ത് അതിൻ്റെ സന്തോഷം പങ്കുവെച്ചു എന്നാണ്. മക്കൾ ഹാഫിളാകുമ്പോഴും മക്കൾ ജുസു പൂർത്തിയാകുമ്പോഴും മക്കൾ പഠിക്കുമ്പോഴും ഒക്കെ അവർക്ക് അതിൻ്റെ പേരിൽ ഒരു സന്തോഷത്തിന് വേണ്ടി ഭക്ഷണം കൊടുക്കലും ഹദിയ കൊടുക്കലും ഒക്കെ നല്ലതാണ്. എൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ അവർ ഓരോ ജുസ്സു പൂർത്തിയായി എന്ന് പറയുമ്പോൾ ആ സ്കൂളിലെ മക്കൾക്ക് മുഴുവനും അവിടെ ക്യാൻറ്റീനിൽ ഭക്ഷണം നിയത്താക്കി കൊടുക്കലുണ്ട്. അവർക്കൊരു സന്തോഷമാണ്. അതുമാത്രമല്ല നമ്മൾ ചെയ്യുന്ന ഒരു ഹദിയ കൂടിയാണ്. മക്കൾ ഓരോ ജുസ്സു പൂർത്തിയാകുമ്പോൾ അല്ലെങ്കിൽ മക്കൾ ഹാഫിളാകുമ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒട്ടകത്തെ വാങ്ങി അറുത്ത് വിതരണം നടത്തി. സൂറത്തുൽ ബഖറ ഈ 12 വർഷക്കാലം കൊണ്ട് അതിൻ്റെ ഉള്ളറകളിലൂടെ യാത്ര ചെയ്ത് അത്ഭുതം മനസ്സിലാക്കിയ ഉമർ റളിയല്ലാഹുവിന് സന്തോഷം കൊണ്ട് ചെയ്തതാണ്. നമ്മൾ 12 മിനിറ്റ് കൊണ്ടൊക്കെ സൂറത്തുൽ ബഖറ അടിച്ച് പത്തായി ഓതി തീർത്ത് പോകുമ്പോൾ റമദാനിൽ എത്ര ഖത്തം തീർത്തു എന്ന് പറഞ്ഞൊരു മത്സരമല്ല നമ്മൾ നടത്തേണ്ടത്. എത്ര ഭംഗിയായി എത്ര വൃത്തിയായി ഓതി അതിൻ്റെ കൂലി അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് നഷ്ടപ്പെടാതെ വാങ്ങുക എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഖുർആൻ മനപ്പാടമുള്ള ധാരാളം സഹാബികൾ രക്തസാക്ഷികളായ യുദ്ധം ഏതാണ്? ചോദിച്ചിരിക്കുന്നത് സുൽഫീഖറാണ്, കോഴിക്കോട് നിന്നും. ചരിത്രത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു രംഗമായിരുന്നു അത്. യമാമ യുദ്ധമെന്നാണ് ആ യുദ്ധത്തെ അറിയപ്പെടുന്നത്. ഹാഫിളീങ്ങൾ മരണപ്പെടുക അല്ലെങ്കിൽ ഹാഫിളീങ്ങൾ സഹാബത്തിലുണ്ടായിരുന്ന ഹാഫിളീങ്ങൾ ഷഹീദാവുക എന്നൊക്കെ പറയുന്നത് അന്ന് ഒരിക്കലും താങ്ങാവുന്നതിനും അപ്പുറമാണ്. പ്രത്യേകിച്ച് സഹാബത്തിൽ ഹാഫിളീങ്ങൾ കുറവായിരുന്നു. ഇന്നത്തെ പോലെ നിരന്തരം ഇഫ്ള് പഠിപ്പിക്കുക, ജനിക്കുന്ന മക്കളെയൊക്കെ ഹാഫിളാക്കുക, അങ്ങനെയുള്ളൊരു വ്യഗ്രതയല്ലായിരുന്നു ആ കാലത്തുണ്ടായിരുന്നത്. ഹാഫിള് എന്നത് വളരെ ചുരുക്കിയ ആളുകൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഒരുപാട് ഹാഫിളീങ്ങൾ ഷഹീദായ യുദ്ധമാണ് യമാമ യുദ്ധം. നമ്മൾ മക്കളെ ഹാഫിളാക്കാൻ വേണ്ടി മത്സരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സഹാബികളിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഹാഫിളീങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ്. എല്ലാ സഹാബികളും ഹാഫിളൊന്നും ആയിരുന്നില്ല. പക്ഷേ ഹാഫിള് നമ്മൾ ഇന്ന് പ്രാധാന്യം കൊടുക്കുന്നത് ഉസ്താദുമാരുടെ പ്രഭാഷണത്തിലും ക്ലാസ്സിലും കേട്ടിട്ട് ഒരു ഹാഫിളിന് 70 ആളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ 40 ആളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കഴിയും, ഒരു ഹാഫിദ് ഉണ്ടെങ്കിൽ ആകാശത്തുനിന്ന് മലക്കുകൾ നോക്കുമ്പോൾ ആ വീട് പ്രകാശിക്കും, അങ്ങനെയൊക്കെ നമ്മൾ കരുതിയിട്ടാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാതാപിതാക്കളാകുന്ന നമ്മൾ വഴിതെറ്റി ജീവിക്കുക, നമ്മൾ ഹറാമായ ജീവിതം നയിക്കുക, നമ്മൾ മോശമായ രീതിയിൽ സമ്പാദിക്കുക, എന്നിട്ട് മക്കളെ നമ്മൾ ഹാഫിളാക്കിയിട്ട് അതിൻ്റെ കൂടെ ഒരു ഓസിനങ്ങോട്ട് സ്വർഗത്തിലേക്ക് പോകാമെന്ന് കരുതുന്ന ചില മാതാപിതാക്കൾ ഇത് സ്വർഗത്തിലേക്ക് എത്താനുള്ള എളുപ്പ വഴിയാണെന്ന് കരുതിപ്പോയെങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റി. ഇത് അള്ളാഹുവിൻ്റെ ഖുർആനാണ്. ഖുർആനിലൂടെ നിങ്ങളുടെ ഒരു ചെറുതും വലുതുമായ കളികളും നടക്കില്ല. വളരെ ഗൗരവത്തോടെ നാം മനസ്സിലാക്കണം, ഖുർആൻ ഒരു അത്ഭുതമാണ്. അപ്പോൾ ഖുർആനിനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് വസ്തുവാക്കാനോ നാം നിൽക്കരുത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ ഖുർആനിനെ വളരെ ഗൗരവത്തോടെ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ യമാമ യുദ്ധം ഇത്രമേൽ അറിയപ്പെടാൻ കാരണം തന്നെ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കിയ കുറേ സ്വഹാബികൾ ഷഹീദായതുകൊണ്ടാണ്. ചരിത്ര പുസ്തകങ്ങളിലും ഗൂഗിളിലുമൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് യമാമ യുദ്ധത്തിൻ്റെ ഫുൾ അതിൻ്റെ ഒരു തുടക്കം, അതിൻ്റെ ഒടുക്കം, അതിൻ്റെ സഞ്ചാരമൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അതൊക്കെ പഠിക്കണം. റമദാനിൽ വെറുതെ കുത്തിയിരുന്ന് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഇസ്ലാമിൽ ഇത്ര പ്രാധാന്യമുള്ള സംഭവങ്ങളെ അല്ലെങ്കിൽ ഇത്ര ദുഃഖകരമായ ഒരു കാര്യം നടന്നതിനെയൊക്കെ ഓർത്തെടുക്കലും പഠിച്ചെടുക്കലും ഒക്കെ നല്ലതാണ്. പടച്ചോൻ അനുഗ്രഹിക്കട്ടെ. സ്വതക്ക, സക്കാത്ത്, ഹദിയ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചോദിച്ചിരിക്കുന്നത് റാബിദയാണ്, മലപ്പുറത്ത് നിന്നും. സ്വതക്ക, സക്കാത്ത്, ഹദിയ ഇത് മൂന്നാണ്. സ്വതക്ക എന്ന് പറയുന്നതും സക്കാത്ത് എന്ന് പറയുന്നതും ഹദിയ എന്ന് പറയുന്നതും ഒരുമിച്ച് നമുക്ക്, ഞാനൊരാൾക്ക് പൈസ കൊടുത്തിട്ട് ഇത് സ്വതക്കയാണ്, സക്കാത്താണ്, ഹദിയാണ് എല്ലാം കൂടെ ഒരുമിച്ചാണെന്ന് പറയാൻ പറ്റില്ല. സക്കാത്ത് എന്നത് നമ്മൾ നമ്മുടെ വാർഷിക കണക്ക് നോക്കിയിട്ട് ഒരു വർഷം നമ്മുടെ കയ്യിലിരിക്കുന്ന തുക അതിൻ്റെ കണക്ക് നോക്കിയിട്ട് നമ്മൾ കൊടുക്കുന്നതിനാണ് സക്കാത്ത് എന്ന് പറയുന്നത്. സ്വതക്ക എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ സഹായിക്കുകയാണ്, സ്വതക്ക ചെയ്യുന്നതാണ്. ഒരാൾക്ക് സുഖമില്ല, അല്ലെങ്കിൽ ഒരാൾക്ക് പ്രയാസങ്ങളുണ്ട്, ഒരാളുടെ കടം തീർക്കാൻ, ഒരാളുടെ ബുദ്ധിമുട്ട് മാറാൻ, ഒരാളെ ചികിത്സയ്ക്ക്, അങ്ങനെയൊക്കെ അയാളെ സഹായിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് സ്വതക്ക. ഹദിയ എന്ന് പറയുന്നത് നമ്മൾ ഒരാളോട് ഇഷ്ടം കൊണ്ട് കൊടുക്കുന്ന ഹദിയാണ്. ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഹദിയ കൊടുത്തിട്ട് നമ്മൾ ദുആ ചെയ്യാൻ പോലും പറയരുത് എന്ന്. അതിനേക്കാൾ മുകളിലാണ്
ഹദിയയുടെ കൂലി എന്നാണ്. ഇപ്പോൾ നമ്മൾ ഒരാൾക്കൊരു 50 രൂപ കൊടുക്കുന്നു, അത് നമ്മൾ ഹദിയായിട്ടാണ് കൊടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ വന്ന് നമ്മൾ കൊടുക്കുന്നതാണ്. ഒരു സന്തോഷത്തിന് വേണ്ടി പോകാൻ നേരത്തെ ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. നിങ്ങൾ ദുആ ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ ഹദിയയുടെ കൂലി തന്നെ നഷ്ടപ്പെടുകയാണ്. കാരണം നമ്മൾ കൊടുത്തിട്ട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ടായിപ്പോയി, അതൊരു കൂലിക്കായി പോവാണ്. സ്വതക്ക എന്ന് പറഞ്ഞാൽ നമുക്ക് ദുആ ചെയ്യാൻ പറയാം, കാരണം സുഖമില്ല, ഇത് പൈസ നിങ്ങൾക്ക് സ്വതക്കയായിട്ടിരിക്കട്ടെ, നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതവിടെ പ്രശ്നം വരുന്നില്ല. അയാളെ സഹായിച്ചിട്ട് ആ സ്വതക്കയ്ക്ക് പകരം ദുആ ചെയ്യുക എന്ന് പറയുന്നത് അയാളുടെ ബാധ്യത കൂടിയാവുകയാണ്. എൻ്റെ പ്രതിസന്ധി മാറ്റിത്തന്ന, എൻ്റെ പ്രയാസം മാറ്റിത്തന്ന ഒരാളാണല്ലോ എന്ന് കരുതി ദുആ ചെയ്യുക ഒരു ബാധ്യതയാണ്. ഹദിയ എന്ന് പറയുന്നത് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടുന്നില്ല, പക്ഷേ അയാൾക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് റമദാനൊക്കെ അല്ലേ എന്ന് പറഞ്ഞ് സന്തോഷമായിട്ട് തരുന്നൊരു പൈസയാണ്. അതിന് അദ്ദേഹം ദുആ ചെയ്യാൻ ആവശ്യപ്പെടാൻ പാടില്ല, പക്ഷേ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ദുആ ചെയ്യാം എന്നെ സന്തോഷിപ്പിച്ചതിന് പകരം. അപ്പോൾ അതാണ് ഈ 3. സക്കാത്ത് എന്ന് പറയുന്നത് നമുക്ക് അള്ളാഹു തന്നിരിക്കുന്ന സമ്പത്തിനെ നാം കണക്കാക്കി നോക്കിയിട്ട് വർഷത്തിൽ എത്രയാണോ ഉള്ളത് അതിൻ്റെ 2.5% അർഹതപ്പെട്ട പാവങ്ങൾക്ക് കൊടുക്കുക എന്നതാണ്. സ്വതക്ക എന്ന് പറയുന്നത് രോഗികളായ, കടം കൊണ്ട് വലയുന്ന പാവങ്ങളായ സാധുക്കൾക്ക് നമ്മൾ അവരെ സഹായിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. ഹദിയ എന്ന് പറയുന്നത് ഒരാളോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു സമ്മാനമാണത്. അവിടെ നീ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്നൊരു നിബന്ധന പോലും, ഒരു ഖൈദ് പോലും അവിടെ വയ്ക്കാൻ പാടുള്ളതുമല്ല. ഉസ്താദ് എം നൗഷാദ് ബാക്കവി അവർകൾ അവതരിപ്പിക്കുന്ന അൽ ബയാൻ എന്ന ഈ പ്രോഗ്രാം റമളാൻ 30 ദിവസവും രാത്രി 11 മണിക്കും ഇടയത്താഴ സമയം 4:30 ഉണ്ടാകും. മറക്കാതെ കാണുക. MK ഫാബ്രിക്സിന്റെ റമളാൻ ആശംസകൾ. My wedding, my MK Fabrics, MK Road, Kollam. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെഡിങ് ഡ്രസ്സിന്റെയോ പാർട്ടി വെയറിന്റെയോ ഫോട്ടോയോ കൺസെപ്റ്റോ നിങ്ങളുടെ കയ്യിലുണ്ട്, അത് നിങ്ങൾക്ക് കസ്റ്റം ഡിസൈൻ ചെയ്ത് കിട്ടണോ? അതിന് പറ്റിയ ഒരു യുണീക് സ്ഥലമുണ്ട് നമ്മുടെ കൊല്ലത്ത്, വെഡിങ് ബൈ സിഗ്നേച്ചർ. വിമന് മാത്രമല്ല, മെൻസ്, കിഡ്സ്, അങ്ങനെ എല്ലാവർക്കും ഇവിടുന്ന് പാർട്ടി വേസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അഫോർഡബിൾ ലക്ഷറി, അതാണ് ഇവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ദിസ് ഈസ് ദർ ചിത്രകാർ ലോഞ്ച്. ഇവിടെയാണ് എല്ലാം മാജിക് നടക്കുന്നത്. ദേ ഹാവ് ഇൻ-ഹൗസ് ഡിസൈനേഴ്സ്, സ്റ്റിച്ചിങ് യൂണിറ്റ് ആൻഡ് ആർട്ടിസ്റ്റ് ഫ്രം ഓൾ ഓവർ ഇന്ത്യ. ഗ്രൗണ്ട് ഫ്ലോർ ഈസ് കോൾഡ് സീസൺസ് ആൻഡ് ഇസ് ഫോർ പാർട്ടി വെയർസ് ആൻഡ് സൽവാസ്. First floor Chitragar lounge has fabrics from all over India. Second floor Mangal Muhurta collections is for lehengas, gowns and sarees for any occasions. Third floor Vardhaman is exclusive for men. Designers-നോട് സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന യൂണിക് ഡ്രസ്സസ് ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്ത് ഫാബ്രിക് ഒക്കെ ചൂസ് ചെയ്ത് ഡിസൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. Signature Groom and Bride opposite Shangas Hospital, Kollam. അമ്മേ, ദേ നോക്ക്, നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അല്ലേ? അതൊക്കെ അച്ഛൻ നോക്കിക്കോളും. അച്ഛൻ ഇപ്പോഴത്തെ ഫാഷൻ വല്ലതും അറിയോ? രാഹുലിന്റെ വീട്ടുകാരെന്താ വിചാരിക്കുക? മോളൂസിന് അച്ഛൻ ബെസ്റ്റ് മാത്രല്ലേ തെരഞ്ഞെടുത്തിട്ടുള്ളൂ. ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യും. പരിശുദ്ധമായ ബന്ധങ്ങൾക്ക് പവിത്രമായ പൊന്നിൻ തിളക്കം. അറഫ ഗോൾഡൻ ഡയമണ്ട്സ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം. മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആയുർവേദ ഹോസ്പിറ്റൽ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, കരുനാഗപ്പള്ളി. 30 വർഷത്തെ സേവന പാരമ്പര്യം. നട്ടെല്ല് തേയ്മാനം, മുട്ടു തേയ്മാനം, പിടലി തേയ്മാനം, ഡിസ്ക് തള്ളൽ ഇവ മൂലം പ്രായഭേദമന്യേ നിരവധി ആളുകൾ തീരാ വേദനയിൽ കഴിയുന്നു. ധാതുക്ഷയം മൂലമുണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾക്ക് പ്രകൃതിയുടെ ജോയിന്റ് റീജനറേഷൻ പ്രോസസ്സിലൂടെ ഓപ്പറേഷൻ കൂടാതെ സുഖം പ്രാപിക്കാം. പ്രകൃതിയിലേക്ക് വരൂ, വേദനയിൽ നിന്ന് മുക്തി നേടൂ. ഞാൻ ഉറപ്പു തരുന്നു. ബന്ധപ്പെടേണ്ട നമ്പർ 9446182437. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി, പത്തനാപുരം, ഇടപ്പള്ളി, മലപ്പുറം, ഇടപ്പാൾ. അറിവിൻ്റെ മഹാത്ഭുതങ്ങളാണ് നമ്മുടെ ചോദ്യോത്തരത്തിൻ്റെ വേള. ഓരോ ചോദ്യവും അതിൻ്റെ ആൻസറും കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ കിട്ടുന്ന ഒരു വലിയ സന്തോഷമുണ്ടല്ലോ, അതാണ് ഇൽമു കൊണ്ട് ഉസ്താദുമാർ, ആലിമീങ്ങൾ നേടിയെടുത്ത സന്തോഷം. എല്ലാ വിഷമങ്ങളെയും അതിജയിക്കാൻ അവർക്ക് അറിവിൻ്റെ വിസ്മയമായ ആ ഒരു സന്തോഷം മതി.
അതാണ് കുറഞ്ഞ സമയം കൊണ്ട് അൽ ബയാൻ നിങ്ങൾക്ക് തന്നത്. ചോദ്യങ്ങൾ അയച്ച മുഴുവൻ ആളുകളെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മൾ പഠിച്ചതിൻ്റെ ഗുണം നമുക്ക് ഇൽമു പറഞ്ഞു തന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർക്ക് കൂടി അള്ളാഹു പകർന്നു കൊടുക്കട്ടെ. ഏറ്റവും നല്ല ചോദ്യത്തിനുള്ള 1ാം സമ്മാനം കൊടുക്കുന്നത് MK സിഗ്നേച്ചറാണ്. മാഷാ അല്ലാ, എത്രയോ കാലം കൊണ്ട് ആ പ്രിയപ്പെട്ട MK എന്ന പേര് മാത്രം നിങ്ങൾ കേൾക്കുന്നു. എന്നാൽ ഇപ്പോൾ അതിൻ്റെ ചോട്ടിൽ സിഗ്നേച്ചർ എന്ന ഒരു പുതിയ രീതിയുടെ, പുതിയ രൂപത്തിൻ്റെ, പുതിയ ആഡംബരത്തിൻ്റെ, പുതിയ അലങ്കാരത്തിൻ്റെ എല്ലാ വാതിലുകളും സിഗ്നേച്ചർ തുറക്കുകയാണ്. അവിടെ പോകുന്നവർക്ക് ഒരിക്കലും അത് മറക്കാൻ കഴിയില്ല. സിഗ്നേച്ചർ പോലെ ഹൃദയത്തിൽ പതിയുമെന്നത് ഒരു സംശയവുമില്ല. അള്ളാഹു നാസറുദ്ദീൻ സാഹിബിനും കുടുംബത്തിനും കച്ചവടത്തിൽ പുരോഗതി കൊടുക്കുന്ന പോലെ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കട്ടെ. 2ാം സമ്മാനം കൊടുക്കുന്നത് അബ്ദുൽ ലത്തീഫ് സാഹിബാണ്. അറഫ ഗോൾഡ്, തിരുവനന്തപുരം. നിരന്തരം നിങ്ങൾ കേൾക്കുന്നതാണ് പ്രിയപ്പെട്ട ലത്തീഫ് സാഹിബും ഭാര്യയും അദ്ദേഹത്തിൻ്റെ മക്കളും. അള്ളാഹു എല്ലാ സന്തോഷവും ചൊരിഞ്ഞു കൊടുക്കട്ടെ. തളർച്ചയില്ലാതെ, വിളർച്ചയില്ലാതെ ഉന്നതങ്ങൾ കൈയടക്കാനുള്ള കരുത്തും കഴിവും അള്ളാഹു കച്ചവടത്തിലും ജീവിതത്തിലും പ്രദാനം ചെയ്യട്ടെ. 3ാം സമ്മാനം കൊടുക്കുന്നത് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ എന്ന പ്രിയപ്പെട്ട സുഹൃത്ത് ഷഫീഖ് ഡോക്ടറുടെ കരവിരുതുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ പാഠവം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ചിന്തകൾ കൊണ്ട് മുന്നേറുന്ന ഒരു മനോഹരമായ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലാണ്. അള്ളാഹുടെ വരുന്നവർക്ക് സലാമത്തും സമാധാനവും കൊടുക്കട്ടെ എന്ന് മനസ്സറിഞ്ഞ്, രോഗം ഒരു മനുഷ്യനെ വല്ലാതെ തളർത്തിക്കളയും, അതുകൊണ്ട് തന്നെ മനസ്സറിഞ്ഞ് ദുആ ചെയ്യാണ്. രോഗത്തിൽ നിന്നെല്ലാം പ്രകൃതിയിലൂടെ അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. അൽഹംദുലില്ലാ. ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വളരെ എളുപ്പമുള്ള, നോമ്പൊക്കെ പിടിച്ച് ക്ഷീണമായി ഇപ്പോൾ എഴുത്തിക്കാഫൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട പഠിക്കുന്ന ഒരു ദുആ അല്ല, വളരെ ചെറിയ ദുആ. ഒന്ന് ഹസ്ബുൻ അല്ലാഹു നിഅമൽ വക്കീൽ എന്നതാണ്. അതിൻ്റെ കൂടെ ചേർത്ത് യാ മുഹൈമിനു യാ അല്ലാ എന്നത് ചൊല്ലേണ്ടത് 290 പ്രാവശ്യമാണ്. ഒരു എണ്ണം പറയുമ്പോൾ, ഒരക്കം പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിൽ ഒരു വലിയ രഹസ്യമുണ്ട് എന്നാണ്. എന്തിനാണ് അത്രയും പറയുക? എന്തിനാണ് നിസ്കാരം കഴിഞ്ഞ് 33 സുബ്ഹാനല്ലാ? എന്തിനാണ് ഉറങ്ങുന്നതിന് മുമ്പ് 100 സുബ്ഹാനല്ലാ? അങ്ങനെ ചോദിക്കുകയല്ല വേണ്ടത്. നമ്മൾ ഒരു അക്കം, ഒരു ഹദീസിൽ ഒരു എണ്ണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എണ്ണം താക്കോൽ പഴുതുപോലെ ഭദ്രമാണ്. അതിലൊരുപാട് രഹസ്യങ്ങളുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ യാ മുഹൈമിനു യാ അല്ലാ. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ യാ മുഹൈമിനു യാ അല്ലാ. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ യാ മുഹൈമിനു യാ അല്ലാ. ഇത് 290 പ്രാവശ്യം നിങ്ങളുടെ ജീവിതത്തിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും, എല്ലാ ദിവസവും ചൊല്ലാൻ പറയുന്നില്ല, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചൊല്ലാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, അത് വെള്ളിയാഴ്ച രാവ് തിരഞ്ഞെടുത്തോ, വലിയ ബറക്കത്തുണ്ടാവും. നമ്മൾ ഇറങ്ങുന്ന എല്ലാ കാര്യങ്ങളിലും ഖൈറുണ്ടാവും. നമ്മുടെ മക്കൾക്ക് ഹിദായത്തിൻ്റെ വെളിച്ചമുണ്ടാകും. നമ്മുടെ മക്കൾ അനാവശ്യത്തിലേക്ക് പോകാതെ അവരെ പിടിച്ചു നിർത്താൻ ഈ പ്രാർത്ഥനയുടെ, ഈ വാക്യങ്ങളുടെ അക്ഷരങ്ങൾക്ക്, വള്ളിപുള്ളികൾക്ക് ശക്തിയുണ്ട്. അത് നിങ്ങൾ മറന്നു പോകരുത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മാഷാ അല്ലാ, ഈ മഹത്തായ പ്രോഗ്രാം, ഈ മജ്ലിസ് പരിശുദ്ധ റമദാനിൽ ഇങ്ങനെ കൂടിയിരുന്നു കൊണ്ട് ദീൻ ചർച്ച ചെയ്യാൻ കിട്ടുന്ന ഒരു സുവർണാവസരം നമുക്ക് അൽ ബയാനിലൂടെ സമ്മാനിക്കുന്നത് MK ഫാബ്രിക്സ് കൊല്ലം. എത്രയോ നാളുകൾ നാം ആ സ്ഥാപനത്തെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. എന്നിട്ടും ഒരു ഭംഗി കുറയാതെ, എന്നിട്ടും ഒരു യശസ് താർന്നു പോകാതെ ഇന്നും നിലനിൽക്കണമെങ്കിൽ അതാണ് കച്ചവടത്തിൻ്റെ സത്യസന്ധത. MKയിൽ പോയവർക്ക് ഒരിക്കലും MK മറക്കാൻ കഴിയില്ല. നാസറുദ്ദീൻ, ഷറഫുദ്ദീൻ, നിസാറുദ്ദീൻ എന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ തന്ത്രവും കച്ചവട മഹിമയും ആ MKയിൽ നിങ്ങൾക്ക് കാണാം. അള്ളാഹുയുടെ മാതാപിതാക്കൾ അനുഗ്രഹിക്കട്ടെ. ഇവരുടെ ഭാര്യ, മക്കൾ, കൂടപ്പറപ്പുകൾ, എല്ലാ കാര്യങ്ങളിലും അള്ളാഹു വിജയവും സന്തോഷവും റാഹത്തും കൊടുക്കട്ടെ. ആമീന യാ റബ്ബൽ ആലമീൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, നിങ്ങൾക്ക് അറിയാനുള്ള നിങ്ങളുടെ സംശയങ്ങൾ അതെല്ലാം എഴുതി അറിയിക്കുക. അൽ ബയാൻ, AM നൗഷാദ് ബാക്കവി, ദാറുൽ ഇഷ്ക്, തെന്നൂർക്കുളം, മുടപുരം PO, ചിറയിൻകീഴ്, തിരുവനന്തപുരം. ഇൻഷാ അല്ലാഹ് റമദാനിൻ്റെ വളരെ വിലപ്പെട്ട രാത്രികളാണ്. പ്രാർത്ഥനയിൽ ഈ വിനീതനെയും സ്നേഹസാഗരത്തെയും മറക്കരുത്. അൽ ബയാനിൽ ഈ ചാനലിൽ കൂടെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ഈ പ്രോഗ്രാം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും നമ്മളോടൊപ്പം നിൽക്കുന്ന, ഈ ചാനലിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് കഴിവുള്ള പ്രവർത്തകർ, അവർ മുസ്ലിങ്ങളും അല്ലാത്തവരുമുണ്ട്. അവർക്കൊക്കെ ഈ പവിത്രമായ രാത്രികളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നാളെ ഈ സമയത്ത് ഇതേ പ്രോഗ്രാമുമായി നമുക്ക് വീണ്ടും ഇൻഷാ അല്ലാഹ് കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. MK ഫാബ്രിക്സിന്റെ റമദാൻ ആശംസകൾ. പ്രാർത്ഥന
ഏൽക്കുകില്ലേ. MK Fabrics, റംസാൻ മൊഴിമുത്തുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് MK Fabrics, കോൺവെന്റ് റോഡ്, കൊല്ലം. My Wedding, My MK Fabrics, MK Road, Kollam. Signature Groom and Bride, opposite Shangas Hospital, Kollam. അറഫ ഗോൾഡൻ ഡയമണ്ട്സ് അട്ടക്കുളങ്ങര തിരുവനന്തപുരം. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ.